കാണുന്നത് വലിയ യന്ത്രക്കൈകൾ ഉപയോഗിച്ച് അവിടെയുള്ള തടസ്സം മാറ്റുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബസ് സ്റ്റാൻഡിനകത്ത് ഉള്ള കെട്ടിടങ്ങൾ അവയ്ക്ക് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഒരു അപര്യാപ്തതയുണ്ട്. അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങളിൽ വളരെ പ്രകടമായ ഒരു അപര്യാപ്തതയുണ്ട്. ഫയർഫോഴ്സ് തീ അണയ്ക്കുന്നത് പലപ്പോഴും ഈ കത്തി അടർന്നു വീണ ഭാഗങ്ങളിലൂടെ ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ ഫ്ലെക്സ് ബോർഡുകൾ വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. തകര ഷീറ്റുകൾ വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഈ പറയുന്ന ഫൈബർ പാനലുകൾ ഉണ്ടായിരുന്നു. ഇതിനുള്ളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള തടസ്സങ്ങളാണ് ഇപ്പോൾ ഈ JCB അടക്കം ഉപയോഗിച്ചുകൊണ്ട് മാറ്റുന്നത്. അങ്ങനെ ഒരു അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങളിലുള്ള അപര്യാപ്തത വളരെ പ്രകടമായ തോതിൽ ആ കെട്ടിടത്തിനുണ്ടായിരുന്നു എന്ന് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ എങ്ങനെയാണ് അവിടെ ആ കെട്ടിടം പ്രവർത്തിച്ചു വന്നത്, അതിലൊരു ഇൻസ്പെക്ഷൻ ഉണ്ടായില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ചർച്ച ചെയ്യേണ്ടത് ഇപ്പോഴല്ല എന്ന നിലയ്ക്കാണ് അധികൃതരെ സമീപിക്കുന്നത്. വേണ്ട, ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട, പക്ഷേ ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് എന്നുള്ളത് വലിയ ഭാഗ്യം കൊണ്ട് ആളുകൾക്ക് ഒന്നും പറ്റിയില്ല എന്നുള്ളതിനപ്പുറത്ത് എത്ര വലിയ വിനാശശേഷിയുള്ള ഒരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നതാണ്. 5:06 അവിടെ തീപിടുത്തം ഉണ്ടായത്. 5 മണി കഴിഞ്ഞ് 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തീപിടുത്തം തുടങ്ങിയത്. 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 3-3.5 മണിക്കൂറായിട്ട് ആ കെട്ടിടത്തിലെ പല ഇടങ്ങളായി നിന്ന് കത്തുകയാണ്. അതിന് കാരണമായി പല കാര്യങ്ങളുണ്ട്. ഒന്ന്, വസ്ത്രശാലയിലാണ് തീപിടുത്തം ഉണ്ടായത്. തുണി കൂടിക്കിടക്കുകയാണ്. യൂണിഫോം അടക്കമുള്ളവ വലിയ തോതിൽ സംഭരിച്ചിട്ടുണ്ട്. ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിനെ കുറിച്ച് നമുക്ക് ഫേസ്ബുക്കിൽ നോക്കിയാൽ അറിയാം. പലരും വളരെ വികാരത്തോടു കൂടിയാണ്, വളരെ സ്നേഹത്തോടു കൂടിയാണ് ആ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നത്. കോഴിക്കോടുള്ളവർക്ക് കോഴിക്കോട് നഗരത്തെക്കുറിച്ചും കോഴിക്കോട് നഗരത്തിലെ പാരമ്പര്യമുള്ള കെട്ടിടങ്ങളെക്കുറിച്ചും അവിടെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ സ്നേഹവും അടുപ്പവും ഒക്കെ ഉള്ളവരാണ്. കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് അത് വളരെ സ്നേഹവായ്പോടുകൂടി ഇഴചേർന്ന് കിടക്കുന്ന ഒരു നഗരം തന്നെയാണ്. അവിടെ ഉണ്ടാകുന്ന അപകടം സ്വന്തം ഇടത്തുണ്ടാകുന്ന, സ്വന്തം വീട്ടിലുണ്ടാകുന്ന, സ്വന്തം വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന അപകടം എന്ന നിലയ്ക്ക് തന്നെയാണ് ആളുകൾ കാണുകയും ചെയ്തത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നറിയുമ്പോൾ പലരും അവിടെ മുൻപ് പോയ ചിത്രങ്ങളടക്കം പങ്കുവെക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രിയപ്പെട്ട ഒരിടത്താണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അഖില CP വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, ഇപ്പോൾ ഈ JCB ഉപയോഗിച്ച് തടസ്സങ്ങൾ മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ കാര്യക്ഷമമായുള്ള തീയണയ്ക്കലിനുള്ള ശ്രമം തുടരുകയാണ്. അതേ മാധു, അതായത് കൂടുതൽ ഇനിയിപ്പോൾ അത് മെഡിക്കൽ ഷോപ്പ് പൊളിക്കുകയല്ലാതെ ഒരു മാർഗവും ഇല്ല. കാരണം കൂടുതൽ വെള്ളം പമ്പ് ചെയ്താൽ മാത്രമേ പടരുന്നത് തടയാനാകൂ. അതുകൊണ്ട് തന്നെയാണ് അത് പൊളിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ തീ പടർന്ന മറ്റ് വശങ്ങളിലേക്കും കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ മറ്റ് വശങ്ങളും പൊളിക്കാനുള്ളൊരു ശ്രമം സമാനമായ രീതിയിൽ ഫയർഫോഴ്സ് നടത്തിയിരുന്നു. പക്ഷേ സാധിച്ചില്ല. കാരണം അത് കൂടുതൽ ഈ ചുമർ ഭിത്തി ആയതുകൊണ്ട് അത് പൊളിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഫയർഫോഴ്സ് നേരിട്ടിരുന്നു. പക്ഷേ ഇത് ചില്ലാണ്, അതുകൊണ്ട് തന്നെ JCB ഉപയോഗിച്ച്, അതുകൊണ്ട് തന്നെയാണ് ഈ JCB ഉപയോഗിച്ച് ഇപ്പോൾ അത് പൊളിക്കുന്നത്. അത് പൊളിച്ചതിന് ശേഷം കൂടുതൽ ഭാഗത്തേക്ക് തീ പടരാതെ വെള്ളം കൂടുതൽ പമ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് ഈ PRC എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പിൻ്റെ മുകൾ ഭാഗം പൊളിച്ചെടുക്കുന്നത്. കൂടുതൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, മുകൾ ഭാഗത്ത് മെഡിക്കൽ ഷോപ്പിൻ്റെ ഗോഡൗൺ ആണ്, താഴെ മെഡിക്കൽ ഷോപ്പിൻ്റെ കടയുമാണ്. അപ്പോൾ കൂടുതൽ ഇനി ആ തീ നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായും താഴേക്കും തീ പടരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത് പൊളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ പൊളിച്ചുകൊണ്ടൊരു തീ അണയ്ക്കാനുള്ള ശ്രമം ഈ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ JCB എത്തി ഒരു 5 മിനിറ്റിലധികമാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ PRC മെഡിക്കൽ ഗോഡൌണിലേക്ക് തീ പടരുക എന്ന് പറഞ്ഞാൽ പുകയൊക്കെ വലിയ തോതിൽ വിഷമയമാകാനുള്ള സാധ്യതയുണ്ട്. എത്ര അധ്വാനിച്ചാണെങ്കിലും അത് തടയുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ആ നിലയ്ക്കുള്ള ഒരു ആശങ്ക കൂടി ഉള്ളതിനാൽ എത്രയും പെട്ടെന്ന് അത് പൊളിച്ചിട്ടാണെങ്കിലും തീ അണയ്ക്കുക എന്ന നിലയ്ക്കുള്ള പ്രവർത്തനമായിരിക്കും അല്ലേ? തീർച്ചയായും മാധു, കാരണം മാധു സൂചിപ്പിച്ചതുപോലെ അറിയാം, നിരവധി കെമിക്കൽ വസ്തുക്കൾ, ഒരുപക്ഷെ ഗോഡൗൺ ആണ്, കെമിക്കൽ വസ്തുക്കൾ തന്നെയായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. അത് അത്തരത്തിലുള്ള പുക ശ്വസിച്ചാൽ ഉണ്ടാകുന്നത്. കാരണം നമുക്ക് അതിനെപ്പറ്റി ഒന്നും കൃത്യമായ വിവരമില്ല. എത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ എത്തി പൊളിച്ചുകൊണ്ടുള്ള ഒരു തീയണയ്ക്കൽ ശ്രമം നടത്തുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പുക ഇരട്ടി ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. കണ്ണ് ചെറുതായി
നീറുന്നുണ്ട്. അപ്പോൾ മാധു സൂചിപ്പിച്ചതുപോലെ ഈ കെമിക്കലുള്ള വസ്തുക്കളാണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാനിപ്പോൾ ഉള്ളത് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ്, അതുകൊണ്ട് തന്നെ നേരിട്ടാണ് പുക അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിൽ ഒരു ചെറിയ നീറ്റിൽ ഉൾപ്പെടെയുള്ളത് അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെമിക്കൽ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കത്തി നശിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുക ഉയരുന്നത്. അതായത് കാലിക്കറ്റ് ടവർ പൂർണ്ണമായിട്ടും കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയുടെ ഇരട്ടിയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഈ പ്രദേശം മൊത്തം ഇപ്പോൾ പുകയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. കാലിക്കറ്റ് ടവറിന്റെ കത്തുമ്പോഴും ഇത്തരത്തിലൊരു വശത്തേക്കായിരുന്നു പുക പോയിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, വലിയ രീതിയിൽ പടരുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം ഈ ബസ് സ്റ്റാൻഡിന്റെ നടുവശത്താണുള്ളത്, അതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളിലേക്കും പുക പടരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പോഴും ഈ പറയുന്നത് പോലെ വലിയ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ ഈ പറയുന്ന പോലെ കെമിക്കൽ വസ്തുക്കളാണ്. അപ്പോൾ ഇത് ഈ പോലീസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. വലിയൊരു അടിയന്തരമായ ഇടപെടൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, കെമിക്കൽ വസ്തുക്കളാണ് കത്താൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ജനങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കൃത്യമായ മുന്നറിയിപ്പ് പോലീസ് ജനങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷെ ജനങ്ങൾ വളരെ കഷ്ടമാണ് അത് പറയുന്നത്. അവരിപ്പോഴും അത് അനുസരിച്ചിട്ടില്ല. പലരും വീഡിയോ എടുക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് വീണ്ടും മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഏകദേശം തീ പടരാതെ ഏകദേശം ഒരു നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തടയാൻ, അതായത് ഈ പൊളിച്ചിട്ടതോടുകൂടി മറ്റ് വശങ്ങളിലേക്ക് പടരുന്നത് തടയാൻ ഇപ്പോൾ ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ കാലിക്കറ്റ് ടവറിൻ്റെ ഏകദേശം തീ നിയന്ത്രണ വിധേയമായപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇനി അത് പടരില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു, PRCE മെഡിക്കൽ ഷോപ്പിലേക്ക് നേരത്തെ തീ പടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പോലെ റോഡ് സൈഡിൽ നിന്നിരുന്ന 3 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് അങ്ങോട്ട് പടരുത്, അതായത് എന്ത് വന്നാലും പടരരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടെ അവർ അത് എന്ത് വില കൊടുത്തിട്ടും അത് കെടുത്തിയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അത് അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിന്റെ മറ്റു വശത്ത് നിന്നാണ് ഇപ്പോൾ പടർന്നിരിക്കുന്നത്. അത് നിയന്ത്രണ വിധേയമല്ല, ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ലാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് അല്ലെങ്കിൽ ഈ സമീപത്ത് വലിയൊരു ആശങ്കയുണ്ട്. മെഡിക്കൽ ഷോപ്പാണ് കത്തുന്നത്. എന്തൊക്കെ തരത്തിലുള്ള കെമിക്കൽ വസ്തുക്കളാണ് ഉണ്ടാവുക എന്ന തരത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. മാത്രമല്ല ഈ പറയുന്നത് പോലെ പൊളിച്ചു മാറ്റിയ ഭാഗത്തുകൂടെ വലിയ തോതിൽ വലിയ ശേഷിയിൽ ജലം ഉള്ളിലേക്ക് ഒഴിക്കുന്നുണ്ട് അല്ലെ? പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അധികൃതർക്കുണ്ടെന്ന് തോന്നുന്നു. അക്കാര്യത്തിലൊരു ഉറപ്പില്ല മാധു. കാരണം വെള്ളം അണയ്ക്കുന്നോടുന്ന് നമുക്ക് കാണാം, ഒരു പൈപ്പിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ പമ്പ് ചെയ്യുന്നത്. പക്ഷെ തീ അതിലും ആവേശത്തോടെ കത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം അതായത് ഒരു വശത്ത് തടയാനുള്ള ഒരു ശ്രമം പാളിപ്പോയിരിക്കുന്നു. മറുവശത്തേക്കും ഇപ്പോൾ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഫ്ലെക്സിൽ തീ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇത് എതിർവശത്തിലേക്കും, ഇപ്പോൾ മുൻഭാഗമാണ് കത്തിയിരുന്നത്, അതായത് ഭാഗത്ത് കൂടെ കത്തി മുൻഭാഗത്തെത്തി, ഇനി അത് വലത് ഭാഗത്തേക്ക് കൂടെ പടരാനുള്ള ഒരു സാധ്യതയാണ്. അത് വലിയ അപകടം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.